തീ കത്തിക്കാങ്ങളല്ലേ? നനച്ചുളി പരിപാടിയാണ്. അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ല, ഫസ്റ്റ് ഇൻട്രോയിൽ ഇങ്ങനെ കാണാൻ ഞാൻ തീ കത്തിക്കണം നനച്ചുളിയാണ് കേട്ടോ ഒന്ന്. അപ്പൊ ഒരു എന്താണോ ബീഫ് കുറച്ച് കൊണ്ടുവന്നിട്ട് അത് ഇട്ടുകാണ്ട് നമ്മളെ കുമ്പളങ്ങയും ബീഫും കറിയും വെക്കാൻ സാധാ ചോറും തേങ്ങാച്ചോറ് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചൂട് നല്ല ചൂടാണ്. അപ്പൊ തേങ്ങാച്ചോറ് വെച്ചാൽ വെള്ളത്തിന് ഇങ്ങനെ ഇതായിരിക്കും. അപ്പൊ ഇത് ഇട്ടുകാണ്ട് കുമ്പളങ്ങയൊക്കെ ഇട്ടുകാണ്ട് ഒരു കറി ഉണ്ടാക്കുക. സാധാ ചോറ് വെച്ചിട്ട് കുറേ പണിയുണ്ട്. നനച്ചുളി നോമ്പാകാനായി. അപ്പൊ നനച്ചുളിന്റെ ഓരോ പണികൾ എടുത്തുകാണ്ട് നിൽക്കണം. ഇന്നോണ്ട് എല്ലാ പണിയും നമ്മൾക്ക് കഴിയും. ആകെങ്ങട്ട് എല്ലാം അങ്ങോട്ട് നനച്ച് കുളിപ്പിച്ചട്ടെ. ഒക്കെ കുളിപ്പിച്ചതാണ്, എന്നും കുളിപ്പിച്ചതാണ്. എന്നാലും നമുക്ക് നോമ്പിലൊരു നനച്ചുളി ഉണ്ടാവുമല്ലോ, ആ നനച്ചുളിയാണ്. ആകെ പൊടി എന്താ പറയാ, റോഡിന് ഇതൊക്കെ പൊടി ചെടിയൊക്കെ കഴിച്ചിങ്ങൊക്കെ വെച്ചാണ്. ഇവിടെ വെച്ച് വെള്ളം വെച്ച് ചെടിയിൽ നമ്മൾ നനച്ച് വെച്ചിട്ടോ. വെക്കുക കഴിഞ്ഞ് വന്നപ്പോത്തിന് ഇതൊക്കെ റെഡി ആയപ്പോത്തിന് നമ്മളതിന് കുമ്പളങ്ങ ഇട്ടുങ്ങാണ്ട് വെക്കണേ. കുമ്പളങ്ങയും ബീഫും അത് റെഡിയായി. അപ്പോൾ ഒന്ന് വറവിടട്ടെ. കറി ബീഫ് കുമ്പളങ്ങി ഇറച്ചി കറിയായി. പപ്പടം ഈ ചട്ടി തന്നെ പൊരിച്ചിട്ടോ. പപ്പടം പൊരിച്ചിട്ട് ഇതാക്കിയാൽ മതിയെന്നു, വറവായിക്കോട്ട് ഇട്ടാ മതിന്. അപ്പൊ സാറില്ല ചേച്ചിയെ ചെറിയ പപ്പടം കൊണ്ടൂല, നല്ലോ ചൂടുണ്ട് ചട്ടി. ചിലത് കൊണ്ടൂല, ചെറിയ പപ്പടം വരെ രണ്ട് കറി പപ്പടം ഞാന് ഇതിൽ തന്നെ ഇതിൽ ഊറ്റിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ തന്നെ ഒഴിച്ച് കഴിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞേ ഉമ്മച്ചിനോട്. ആ വെച്ചടന്നു നീ അവിടെ മഞ്ഞ ഞാനിങ്ങോട്ട് തട്ടി കൊത്തി അകപ്പാടങ്ങോട്ട് കുളിപ്പിച്ചിരുന്നു.
കുഞ്ഞതാണ്. രാവിലെ ഇതിനുള്ളിൽ കോഴിക്കുട്ടികളുണ്ടമ്മ. എവിടെ സാധനം? എന്റെ ഒരു സാധനങ്ങളാ. ഓടുമ്പോ കണ്ടിട്ടോ. ചാടിയോ? അവിടക്കോ ചാടി. ഒഴിച്ചടിച്ചല്ലേ ഇത് ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഉപ്പേരി ഉപ്പേരി വേണ്ടി കറി. ഉപ്പേരി മണി പ്ലാന്റ് നനക്കല്ലേ. ഇതുണ്ടല്ലോ ഇല്ലേ, ഇത് കട്ടിയല്ലോ നിറച്ചു ഇതോ. ഇതിങ്ങടി ഇതിങ്ങോട്ട് അങ്ങോട്ടൊക്കെ എന്നിട്ട് വെട്ടിക്കളയാതെ വെട്ടിക്കളയാൻ പൂ പൊട്ടി ഉണങ്ങിയില്ലേ? മഴ ഇതിന്റെ വിത്തൊക്കെ ചാടി ഉണ്ടാവും. ഈ ചെടി നമുക്കുണ്ടേനമ്മ. ഈ ചെടി